നമസ്കാരം. ജനവിധി 2024 വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പക്ഷേ അതിനു മുമ്പായിട്ട് ഒരു വിധി രാജ്യത്ത് വന്നു കഴിഞ്ഞു. അതാണിപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യം ആര് നയിക്കും? മൂന്നാം വട്ടവും നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തും എന്നാണ് സകല പ്രവചനങ്ങളും വെളിപ്പെടുത്തുന്നത്. കേരളത്തിൽ NDA 3 അല്ലെങ്കിൽ 4 സീറ്റ് വരെ നേടും എന്നും പറയുന്നുണ്ട്. ഈ അവസരത്തിൽ ദേശീയ തലത്തിൽ പല പ്രവചനങ്ങളും വരുന്നതിനോടൊപ്പം പ്രാദേശിക പ്രവചനങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്നുണ്ടായിട്ടുള്ള പ്രവചനം എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം വിപരീതമാണ്. ദേശീയ തലത്തിൽ എല്ലാ മാധ്യമങ്ങളും NDAക്ക് അനുകൂലമായി പറയുമ്പോൾ കേരളത്തിലെ ഒരു മാധ്യമം ഇതിന് വിപരീതമായിട്ടാണ് പറയുന്നത്. ഇതിൽ ഈ പ്രവചനങ്ങളിൽ എത്രത്തോളം സാധുതയുണ്ട്? ഈ വിഷയം സംസാരിക്കുന്നു ശ്രീ കോന്നി ഗോപകുമാർ. സ്വാഗതം ശ്രീ ഗോപകുമാർ. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചനത്തിനകത്ത് ഇപ്പം NDA കേരളത്തിൽ 1 മുതൽ 4 വരെ സീറ്റ് നേടാം. 2 ആകാം, 3 ആകാം, ചിലപ്പോൾ 4 ആയെന്ന് വരാം. പക്ഷേ ആ പ്രവചനങ്ങളൊക്കെ മുൻകാലങ്ങളിൽ വെച്ച് നോക്കുമ്പോഴും ഏതാണ്ട് സാധൂകരിക്കപ്പെട്ടിട്ടുള്ള ചരിത്രമാണ് നമുക്ക് അറിയാവുന്നത്. പക്ഷേ ഈ പ്രാദേശിക മാധ്യമം നടത്തിയിട്ടുള്ള പ്രവചനം പലപ്പോഴും അടിമുടി പാളിപ്പോവുകയല്ലേ ചെയ്തിട്ടുള്ളത്? ഈ പ്രവചനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ എക്സിറ്റ് പോൾ പ്രവചനം കഴിഞ്ഞ മധ്യപ്രദേശ്, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലുങ്കാന ഈ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴേ അവരെല്ലാവരും വിജയം എഴുതിയത് ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ്. പക്ഷേ അവിടെ അധികാരത്തിൽ വന്നത് BJP ആണ്. ആ പ്രവചനം ശരിയായി വന്നത് തെലുങ്കാനയിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ളിടത്തൊക്കെ BJPക്കാണ് വന്നത്. പലപ്പോഴും ഈ പ്രവചനങ്ങൾ, എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തെറ്റിയിട്ടുണ്ട്, ചിലത് ശരിയായിട്ടുണ്ട്. പ്രവചനം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഉറപ്പുള്ള സ്വഭാവമില്ലല്ലോ. ഒരു ഊഹാപോഹം, ഊഹക്കച്ചവടം എന്ന് പറയുന്ന പോലെ മാറി മാറി വരാവുന്നതാണ്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങ് സൂചിപ്പിച്ചതുപോലെ മലയാള മനോരമ ആണ് പ്രാദേശിക മാധ്യമം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള പത്രമാണ്, വലിയ പാരമ്പര്യമുള്ള പത്രമാണ്. അവരങ്ങനെ ഒരു 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 എക്സിറ്റ് പോൾ സർവേ എടുക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു ക്രെഡിബിലിറ്റി നമ്മൾ കൽപ്പിച്ചാലേ മതിയാവുള്ളൂ. പക്ഷേ അവിടെ അതിന് മുമ്പ് നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ നടത്തിയ ചില പ്രവചനങ്ങൾ ഈ 2 വർഷം മുമ്പ് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേ ഉണ്ടായി. തൃക്കാക്കര സകല സോഷ്യൽ മീഡിയയും മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ ടൈറ്റ് മത്സരമാണെന്നും ജോസഫ് ജയിക്കുമെന്നും ഒക്കെയാണ് വിധി എഴുതിയിരുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ മന്ത്രിസഭ മുഴുവൻ തൃക്കാക്കര നിൽക്കുകയാണ്. 20 മന്ത്രിമാരും കൂടെ ഉണ്ട്. അല്ല, അത് അവർക്ക് ഒരു അഭിമാനമായിരുന്നു. കാരണം തിരിച്ചു പിടിക്കണം. അപ്പോൾ വളരെ വ്യാപകമായ പ്രചരണം നടന്നു. അപ്പോൾ ഞാൻ തൃക്കാക്കര ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്ര കൃത്യമായി ഇടതുപക്ഷം ഒരു എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ച കാലഘട്ടം ഉണ്ടായിട്ടില്ല. എല്ലാ വീടുകളിലും അവർ പോയി. എല്ലാ ആളുകളെ 2, 3, 4 പ്രാവശ്യം പോയി. എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞത് വലിയ പ്രയാസമാണ്. ഒരാൾ കഥയെ മുട്ടിച്ച് പോകുമ്പോൾ അടുത്ത ആൾ വരും. എല്ലാ ഒരു പാർട്ടി തന്നെയാണ്, LDF വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ വന്നിച്ച് പോയി എന്ന് പറഞ്ഞാൽ ഇരിക്കട്ടെ, ഒരു നോട്ടീസ് കൂടെ കൊടുക്കും. പക്ഷേ UDFൻ്റെ കാര്യമായിട്ട് ആരും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഒരാൾ പോലും കണ്ടിട്ട് നോട്ടീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഉമാ തോമസ് ജയിക്കാൻ സാധ്യതയുണ്ടോ നമുക്കറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പ്രവചനങ്ങളും LDFന് അനുകൂലമായിരുന്നു. ഉമാ തോമസ് ജയിച്ചത് 25,017 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അതിൻ്റെ കറക്റ്റായിരുന്നു 25,017 വോട്ടായിരുന്നു അവരുടെ ഭൂരിപക്ഷം. അപ്പം പ്രവചനങ്ങൾ അങ്ങനെ ശരിയാകണമെന്നില്ല. പക്ഷേ മറ്റു പ്രവചനങ്ങളുടെ പ്രത്യേകത, നാഷണൽ മീഡിയയൊക്കെ പ്രവചിക്കുന്നത് കേരളത്തിൽ 1 മുതൽ 4 വരെയാണ്. മലയാള മനോരമ പ്രവചിച്ചിരിക്കുന്നത് 0 മുതൽ 0 വരെയാണ്. ആണല്ലോ, 0 മുതൽ 0 വരെ അല്ല, അതാണ് പറയുന്നത്. തൃശ്ശൂർ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് പോകും എന്ന് പറയും. എന്തായാലും നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു വാസ്തവം അറിയാം. എന്നാൽ ശരി, BJP അക്കൗണ്ട് തുറന്നാലും തുറന്നില്ലെങ്കിലും ശരി, 2024 BJP കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയൊരു മുന്നേറ്റം നടത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. വോട്ട് വർധനവുണ്ടാവും, വലിയ വർധനവ് വോട്ടിൻ്റെ കാര്യത്തിൽ ഉറപ്പുണ്ടാവും. പക്ഷെ തിരുവനന്തപുരം, ഇവരുടെ കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, തൃശ്ശൂർ, അതിനോടൊപ്പം തന്നെ പത്തനംതിട്ടയും പറയുന്നുണ്ട്. അതിൽ ഞാൻ പത്തനംതിട്ടക്കാരനാണ്, അങ്ങ് പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ട നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നാട്ടിൽ പോകാറുണ്ട്. പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യുവൻസിലെ അടുത്ത റാന്നി, പത്തനംതിട്ട ഇതെല്ലാം നമുക്ക് ബന്ധമുള്ള സ്ഥലങ്ങളാണല്ലോ.
അവിടെ ഈ BJP പ്രതീക്ഷിക്കുന്ന ഉയർന്ന നിലവാരത്തിലുള്ള പ്രവർത്തനമൊന്നും കാര്യമായിട്ട് അവിടെ നടന്നിട്ടില്ല. പക്ഷേ ജനങ്ങൾ അനിൽ ആന്റണിയെ പ്രിഫർ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു ജയസാധ്യതയിലേക്കാണെന്നാണ്. നമ്മൾ ഈ പ്രവചനമൊക്കെ വരുന്നതിന് മുമ്പ് എനിക്ക് അവിടെ കിട്ടിയപ്പോൾ ഞാൻ 2-3 തവണ പത്തനംതിട്ട മണ്ഡലത്തിൽ പോയപ്പോഴും മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴേ 2,93,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. പക്ഷേ അന്നത്തെ ഒരു സാഹചര്യം ശബരിമല യുവതീ പ്രവേശം നിൽക്കുകയാണല്ലോ. അതിനേക്കാൾ കുറച്ചൊരു അനുകൂല സാഹചര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്താ കാര്യം വെച്ചാൽ യുവതീ പ്രവേശം എന്ന് പറയുമ്പോഴേ ഹിന്ദുക്കളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. മറ്റൊന്ന് 2019 മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ്. ഈ രണ്ട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അന്ന് അതിനുള്ള എല്ലാ പ്രചരണങ്ങളും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതൊരു സരസന് തമാശയായിട്ട് പറഞ്ഞത്, ഈ രാഹുൽ ഗാന്ധിയെ മലയാള മനോരമ പിന്നെ പ്രധാനമന്ത്രിയാക്കി കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാമനാപ്പള ഹാളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പറഞ്ഞു. തമാശയായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ തമാശയാണ്, ഒരു പത്രക്കാരൻ തന്നെയാണ് പറഞ്ഞത്, തമാശയാണ് അവസാനം വാസ്തവമായിട്ട് തീർന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ പത്തനംതിട്ടയുടെ ഒരു പ്രത്യേകത, കഴിഞ്ഞ പ്രാവശ്യം ആന്റോ ആന്റണിക്കെതിരായിട്ട് ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നെങ്കിലും ചെറിയൊരു വ്യത്യാസത്തിലാണ് അദ്ദേഹം ജയിച്ചു വന്നത്. ഒരു 60,000-70,000 വോട്ടിൻ്റെ കൂടുതൽ വ്യത്യാസം. വീണ ജോർജ് 30,000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ജയിച്ചപ്പോഴേ. വീണ ജോർജും അവരാണ് 2ാം സ്ഥാനത്ത്, പിന്നെ ആന്റോ ആന്റണിയും തമ്മിൽ. സുരേന്ദ്രനെ 2,93,000 വോട്ട് പിടിച്ചു. അത് വേണ്ട 30,000-40,000 വോട്ടിന് വെച്ചു. എന്തായാലും ശരി, ഒരു 10,000-80,000 വോട്ടിൻ്റെ താഴെ വ്യത്യാസമേ ആന്റോ ആന്റണിയും സുരേന്ദ്രനും തമ്മിലുണ്ടായിരുന്നു, ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴേ 2,93,000 വോട്ടന്ന് ശബരിമല വിഷയത്തിൽ നിന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രശ്നമാണ് ഇന്നത്തെ ആന്റി ഇൻകംബൻസി. അന്നത്തെ ശബരിമല പ്രശ്നം ഹിന്ദുക്കളെ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമായിരുന്നു. ഇന്ന് ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാത്തത്, പെൻഷൻ കൊടുക്കാത്തത് എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് തോമസ് ഐസക്കിനെ ബാധിക്കും. ഡെഫിനറ്റാണ് തോമസ് ഐസക്കിനെ ബാധിക്കും. ആന്റോ ആന്റണിക്ക് അവിടെ ശക്തമായ ആന്റോ ആന്റണിക്ക് ഉള്ള പ്രശ്നം വെച്ചാൽ, ആന്റോ ആന്റണി ഫുൽവാമ അറ്റാക്കിനെ കുറിച്ചൊരു അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അത് അദ്ദേഹം തന്ത്രപൂർവ്വം കൊടുത്താണ്. കാരണം മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണത്തിന് വേണ്ടി അദ്ദേഹം കൊടുത്താണ്. അത് കൊടുത്തില്ലേ പോലും ആ വോട്ട് ഏകീകരിക്കപ്പെടുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പറ്റിയ ഒരു കുഴപ്പം, അത് ഒരുമാതിരി ഇന്ത്യയെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, രാഷ്ട്രീയത്തിന് അതീതമായ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആന്റോ ആന്റണിയുടെ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാനും പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം, വളരെയധികം ആന്റി ഇൻകംബൻസി ആന്റോ ആന്റണിയുടെ കാര്യത്തിലുണ്ട്. അദ്ദേഹം എൻ്റെ MP ആണ്. ഇത്രയും ഇന്നെഫക്റ്റീവായ ഒരു MP 20 MPമാരിലില്ല. പിന്നെ ആ മനുഷ്യൻ അസാധാരണ ഭാഗ്യവാനാണ്. എപ്പോൾ ഭാഗ്യക്കുറി എടുത്താലും ടിക്കറ്റ് എടുത്താലും ഭാഗ്യക്കുറി അടിക്കുന്നത് ഒരാളുടെ മിടുക്കൊണ്ടല്ലല്ലോ, ഭാഗ്യമൊന്നുമില്ലേ. പിന്നെ സഭ അദ്ദേഹത്തിനൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്നത്. ഇതിലൊക്കെ ചില മാറ്റങ്ങൾ ഒരു പക്ഷേ 2024 തെരഞ്ഞെടുപ്പിൽ വന്നുകൂടാന്നില്ല. എന്തായാലും ശരി, അനിൽ ആന്റണിയുടെ ഒരു പ്രസൻസ് അവിടെ വളരെ ശക്തമാണ്, അത് നിഷേധിക്കാൻ കഴിയും. ഈ തോമസ് ഐസക്കിന് ഈ ഭരണവിരുദ്ധ വികാരം മുഴുവൻ അദ്ദേഹത്തിലോട്ട് വരും. കാരണം ഈ ജനങ്ങൾക്ക് 2026 വരെ ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഈ പിണറായി വിജയനോടുള്ള സകല ദേഷ്യവും ഇപ്പം തന്നെ തീർത്ത് കളയുമെന്ന് തോന്നുന്നു. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ ഭരണവിരുദ്ധ വികാരമില്ലേ? ഒരു 10% കാണുമല്ലോ. കേരളത്തിലെ 20 നിയോജക മണ്ഡലത്തിലും ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ 20 സീറ്റിലും UDF ജയിച്ചാൽ അത്ഭുതപ്പെടേണ്ട നമുക്ക്, കാരണം അങ്ങനെയാണ് നമുക്ക് എക്സ്പീരിയൻസ്, നമുക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ 20 സീറ്റിലും UDF ജയിച്ചാൽ വ്യക്തിപരമായി ഞാൻ അത്ഭുതപ്പെടത്തില്ല. അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. 19 സീറ്റ് പിടിക്കാമെങ്കിൽ ഇപ്പോഴേ BJP പറയുന്ന പോലെ പെർഫോം ചെയ്തില്ലെങ്കിൽ അതിന് സാധ്യതയുണ്ട്. അങ്ങനെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും 2ാം സ്ഥാനത്തേക്ക് ചിലപ്പോൾ BJP പലയിടങ്ങളിലും കയറി വരികയും ചെയ്യും. അതിന് നല്ല സാധ്യതയുണ്ട്. BJP 2ാം സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ BJP കേരളത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം ഒരു വിഷയം ശ്രദ്ധിച്ച് കാണും. ഈ കേരളത്തിൽ ഈ ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റത്തുള്ളൂ. BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു വേഗ ഒരു സാന്നിധ്യം മാത്രമാണ്. അവർക്കൊരു സിസ്റ്റമില്ല. അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ഒരു കേഡർ BJPക്കില്ല. നമ്മൾ കേരളീയൻ രാഷ്ട്രീയം പറയണം. കേരളീയരുടെ ഇപ്പം നമ്മളോടൊക്കെ വന്ന അമ്പലത്തിൻ്റെ കാര്യവും വിശ്വാസവും പറഞ്ഞാൽ അവർ പറയണ്ടായല്ലോ. എനിക്ക് അമ്പലത്തിൽ പോകണം, വഴിപാട് നടത്തണം, BJPക്കാരും പറയണം, ഞാനങ്ങ് പോയി ചെയ്യത്തില്ലേ. അപ്പം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം അവർ പൊളിറ്റിക്സ് പറയണം. ഉദാഹരണത്തിന് 5 കൊല്ലം നരേന്ദ്രമോദി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, ഞാനൊരു നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന കാര്യം പറയാം. ഞാൻ BJP അല്ല, പക്ഷേ നരേന്ദ്രമോദിയെ ബഹുമാനിക്കുന്ന ആളാണ്, അതിന് തർക്കമൊന്നുമില്ല. നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കാൻ ഫിറ്റ് എന്ന് കരുതുന്ന ഒരു പൗരനുമാണ് ഞാൻ.
പക്ഷെ അത് ബി ജെ പിക്കാരനാണോന്നില്ലല്ലോ. അതെ, ബി ജെ പി ആണോന്നില്ല. അല്ല, ഈ പറഞ്ഞ അഭിപ്രായത്തിൽ നിൽക്കുന്ന ധാരാളം പേരുണ്ട് കേട്ടോ. മോദിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന, ബി ജെ പി ആകുന്നുമില്ല, എന്നാൽ മോദി എന്ന വ്യക്തിയിലൂടെ ഒരു അങ്ങോട്ടേക്ക് ആകർഷിച്ച് നിൽക്കുന്നുണ്ട്. അത് അങ്ങനെ വോട്ട് ഇവർ സമാഹരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ചോദ്യം ചോദിച്ചിട്ടെ, ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും പ്രധാനമന്ത്രി? ഞാൻ എല്ലാ മാസവും ഓരോ പ്രധാനമന്ത്രി. ഞാൻ കഴിഞ്ഞ ദിവസം CPIയുടെ ഒരു പ്രമുഖനായ നേതാവിനെ, അദ്ദേഹം മുൻ മന്ത്രിയാണ്, പേര് പറയാൻ ശരിയില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാർ ആരായിരിക്കും പ്രധാനമന്ത്രി? അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ തീരുമാനിക്കാത്തൊരു പ്രധാനമന്ത്രി എനിക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റുന്നത്? ചോദിച്ചു, പ്രധാനമന്ത്രിക്ക് എന്തിനാ? ഞാൻ പറഞ്ഞ പ്രധാനമന്ത്രിക്കല്ലേ വോട്ട് ചെയ്യേണ്ടത്, അല്ല പിന്നെ വേറെ ആർക്കണ്ട? പഞ്ചായത്ത് തല മന്ത്രിക്കാണ് വോട്ട് ചെയ്യുന്നത്, അതോ ആഭ്യന്തരമന്ത്രിക്കാണ്? പ്രധാനമന്ത്രിക്കാണ് വോട്ട് ചെയ്യുന്നത്. മോദിയുടെ ക്യാബിനറ്റ്, പിണറായി വിജയന്റെ ക്യാബിനറ്റ് എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ വാസ്തവം. അത് നിങ്ങൾക്കൊരു ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വെക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? അല്ല, അത് എല്ലാവരും കൂടെ തീരുമാനിക്കണം. അദ്ദേഹത്തിന് ഒരു ഉത്തരമില്ല. ഞാൻ ചോദിച്ചു, ഇത് ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ ചോദ്യം ഞാൻ ചോദിക്കുന്നത്, അതിനുത്തരം നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോദി ഇപ്പോൾ അധികാരത്തിൽ വന്നില്ലെങ്കിൽ രാജ്യത്തിന് അപകടത്തിൽപ്പെടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ കൊച്ചു കൊച്ചു കക്ഷികൾ DMK 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്, അല്ലേ? പിന്നെ അവരുടെ 2G സ്പെക്ട്രം അവസാനം സുപ്രീം കോടതി ചോദിച്ചു, ഈ 20,000 കോടി എത്ര പൂജ്യം ഇടണം, ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞെട്ടിപ്പിച്ച് അഴിമതിയല്ലേ? അപ്പോൾ സ്റ്റാലിൻ കാത്തിരിക്കുന്നത് അതിനും ഈ മോഷണം കാത്തിരിക്കുന്ന ആളുകളാണ് സ്റ്റാലിന്. അതുപോലെ തന്നെ ലാലു പ്രസാദ്, അയാൾ ജയിലിൽ നിന്ന് വന്നതില്ല, അയാളുടെ മോനും കേസിൽ പ്രതിയാണ്. ഒന്ന് അയാളാണ്. മറ്റൊന്ന് മമതാ ബാനർജിയുടെ വിദ്യാഭ്യാസ മന്ത്രി പാർത്ത ചാറ്ററുടെ വീട്ടിൽ നിന്നാണ് 250 കോടി. ഇത് ഈ സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്ര കറപ്റ്റായിട്ടുള്ള ഒരു 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 മുന്നണി ഉണ്ടാക്കിയിട്ട് ഇന്ത്യ ഭരിക്കാൻ അവർ വരുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന? എനിക്ക് അങ്ങനെ വരുമ്പോഴേ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ നമ്മുടെ മൊറാർജി ദേശായിയുടെ ഒക്കെ ഭരണകാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നീട് അങ്ങോട്ട് അടിയായിരിക്കും. പ്രധാനമന്ത്രി ചരൺ സിംഗ് വന്നു, ഇങ്ങനെ പോവുകയല്ലായിരുന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ വരിക സങ്കല്പിക്കുക, പരമാവധി ഒരു വർഷത്തിനകം, ഒരു വർഷം തന്നെ തയ്ക്കുമെന്ന് എനിക്ക് സംശയമാണ്. അതോടുകൂടി നമ്മൾ ഈ നേടിയ നേട്ടങ്ങൾ മുഴുവൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അവരുടെ പ്രകടന പത്രിക നടപ്പിലാക്കിയാൽ മാത്രം മതി ഇന്ത്യ നശിച്ചു പോകാൻ. കണ്ണെന്നറിയാം, 370 വകുപ്പ് പിൻവലിക്കും. അതോടുകൂടി കാശ്മീർ വീരന്മാരുടെ സ്വർഗമായിട്ട് മാറും. അതുപോലെ തന്നെ CAA പിൻവലിക്കും. എന്ന് പറഞ്ഞാൽ റോഹിംഗ്യൻ അഭയാർത്ഥികളടക്കം ഇന്ത്യയിലേക്ക് വരുന്ന സകലവനും റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. പിന്നെ വന്ന് അവർ പറഞ്ഞിരിക്കുന്ന, പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രത്യേക വാഗ്ദാനമുണ്ട്, സംവരണം 73% എല്ലാ പാവപ്പെട്ട വീട്ടുകാർക്ക് 1 ലക്ഷം രൂപ കൊടുക്കും. 1 ലക്ഷം രൂപ എല്ലാ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതാണ്. ഇന്ത്യൻ പിന്നെ ബാങ്ക്രപ്റ്റ് ആകാൻ വേറെ വല്ല കാര്യമുണ്ട്? അദ്ദേഹം പറഞ്ഞത്, യാതൊരു ദീർഘവീക്ഷണമില്ലാതെ, ഒരു പ്ലാനിങ് ഇല്ലാതെ, വായി വന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞു അല്ലേ, എന്തൊക്കെ എഴുതി വെച്ചൊരു പ്രകടനം. പക്ഷേ ഈ മമതാ ബാനർജി ഒന്നും ഇന്ത്യ മുന്നണിയോട് അത്രത്തോളം ഒന്നും അടുത്തിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ വളരെ ഇവരുടെ ഒരു നിർണായക യോഗത്തിൽ നിന്നും പങ്കെടുക്കില്ല, ഒരു പ്രതിനിധി അയക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത്രത്തോളം മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത്. ഇല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോലും ഏറ്റവും കൂടുതൽ പിന്നെ സീറ്റ് കിട്ടുന്നത് BJPക്കായിരിക്കും. ഇനി ഇവർ അധികാരത്തിൽ വന്നില്ല വിചാരിക്കാൻ, ഈ പ്രതിപക്ഷം തന്നെ ശിഥിലമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അല്ല, അധികാരത്തിൽ വന്നില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ അന്ത്യമായിരിക്കും. കോൺഗ്രസിന്റെ പ്രോബ്ലം ഇവിടാണ്. കോൺഗ്രസിന് പിന്നെ ഒരു ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള സീറ്റ് പോലും കിട്ടിയില്ലെങ്കിൽ സംഗതി മാറും. കഴിഞ്ഞ ദിവസം അമിത്ഷാ വളരെ രസകരമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, കോൺഗ്രസിന് 5-10 സീറ്റ് കിട്ടിയിട്ടുള്ളെങ്കിലും ശരി, അത് ഖാർഗെയുടെ കുറ്റമായിരിക്കും. ഒരിക്കലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അതിന് തെറ്റുകാരാവത്തില്ല. ജയിച്ചാൽ അത് അവരുടെ ക്രെഡിറ്റാണ്. തോറ്റാൽ 85-90 വയസ്സുള്ള അപ്പൂപ്പനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്, അങ്ങനെ ഒരു സ്കേപ്പ് ഗോട്ടായിട്ട് അത് മാറ്റുകയും ചെയ്യും. ഇതായിരിക്കും ഇത് കോൺഗ്രസിന്റെ ഒരു പ്രശ്നം. കോൺഗ്രസ് ഒരു കുടുംബ പാർട്ടിയായിട്ടാണ് അത് പഠിച്ചു. AK ആന്റണി പോലും പറഞ്ഞെന്താണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സേവിക്കും എന്നല്ല പറഞ്ഞത്, എൻ്റെ രാജ്യമല്ല എൻ്റെ അജണ്ട, നെഹ്റു കുടുംബമാണ് എൻ്റെ അജണ്ട. അത് AK ആന്റണി പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. അപ്പം AK ആന്റണിയെ പോലെ വളരെ പരിണതപ്രജ്ഞനായ ഒരു നേതാവ് പറയാണ്, ഞാൻ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എൻ്റെ ഒരു കുടുംബത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഇത്രയും അപഹാസ്യമായ ഒരു കാര്യമുണ്ട്. അത് ശശി തരൂര് ഒരു കാലഘട്ടത്തിൽ സത്യസന്ധമായി കോൺഗ്രസ്സുകാരെ വിലയിരുത്തി. അത് എഴുതിയതാണ്. ഈ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഈ ഖദറിട്ട മാംസപിണ്ഡങ്ങളാണ്.
അത് വളരെ കൃത്യമായ കറക്റ്റ്. ശശി തരൂരിനോട് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് കോൺഗ്രസ്സുകാരെ കുറിച്ചുള്ള ശശി തരൂരിന്റെ നിരീക്ഷണത്തിലാണ്. പക്ഷേ തരൂര് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിരുന്നുവെങ്കിൽ ഇവർക്കിപ്പോൾ ഉള്ള 52 സീറ്റ് ഒരു പക്ഷേ ഒരുവിധമെങ്കിലും കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ശശി തരൂര് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് വന്നിരുന്നെങ്കിൽ അന്തർദേശീയമായിട്ട് തന്നെ കോൺഗ്രസ് എത്തിക്കപ്പെടുമായിരുന്നു. കാരണം UN സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കാൻ പോയി ബാൻ കി മൂണുമായിട്ട് തോറ്റ ആളാണ്. അണ്ടർ സെക്രട്ടറി ആയിട്ട് ഇരുന്ന ആളാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ശശി തരൂരിനെ നല്ല വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ കണ്ടാലൊരു കോൺഗ്രസ് പ്രസിഡന്റായിട്ട് കൊണ്ട് നിർത്തിയാൽ ഒരു പ്രസന്റബിൾ ആണ്, ഒരു പ്രസന്റബിൾ നേതാവാണ്. അല്ലാതെ ഒരു 10-15 പേര് വന്ന് പൊക്കിയെടുക്കേണ്ട ഖാർഗെ എനിക്കത് നടക്കാനൊന്നും വയ്യ. ഖാർഗെ തന്നെ പറഞ്ഞെന്താ, കർണാടകത്തിലെ അദ്ദേഹത്തിന് മോനെ സീറ്റ് കൊടുക്കണം, മോക്ക് സീറ്റ് കൊടുക്കണം, മരുമോന് സീറ്റ് കൊടുക്കണം, അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെയല്ല ഖാർഗെ വളരെ അഴിമതിക്കാരനാണ്, വലിയ അഴിമതിക്കാരനാണ് ഖാർഗെ. അത് കോടീശ്വരനല്ലേ? കോടീശ്വരനാണ്. അതൊരിക്കൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഖാർഗെയോട് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളി വലിയ ഇടപെടലായിരുന്നു. അപ്പൊ ഇത് കോൺഗ്രസിന് അവർക്ക് പറ്റില്ല. കോൺഗ്രസിന് തൊലിവെളുപ്പുള്ള ഒരു നേതാവിനെ പോലും അവരെടുക്കില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് ഈക്വലായിട്ട് നിൽക്കുന്ന ഒരാളിനെ കുറിച്ച് സോണിയാഗാന്ധിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചിട്ട് കോൺഗ്രസിനകത്തുണ്ടായിരുന്നല്ലോ ഗ്വാളിയർ രാജവംശത്തിലെ ആളല്ലേ, പിന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ, മാധവ് റാവു സിന്ധ്യയുടെ മകനല്ലേ, എന്തുകൊണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യ എടുത്തില്ല? കുടുംബവാഴ്ച രാഹുൽ ഗാന്ധിയുടെ മുന്നിലൊന്നുമല്ല. ഇതിന് സച്ചിൻ പൈലറ്റിന് ഒരു സ്ഥാനം കൊടുക്കാൻ രാജസ്ഥാനിലെ പ്രശ്നമുണ്ടായി. അശോക് ഗെഹ്ലോട്ടിനെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചില്ലേ? അശോക് ഗെഹ്ലോട്ടിന് രാജസ്ഥാൻ വിടാനും വയ്യ. ഇത് ഈ മമതയ്ക്ക് ഇതുപോലുണ്ട്. ബംഗാൾ വിടാൻ അവർക്ക് പറ്റത്തില്ല. കാരണം ബംഗാളാണ് അവരുടെ ഈ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അല്ല, ഇതിൽ ഏറ്റവും വലിയ രസം ഈ ക്രൈസിസ് വന്നു സങ്കല്പിക്കുക. ക്രൈസിസ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കണ്ണുമടച്ച് ഇതിനകത്തെ പല ഘടകകക്ഷികളും BJP സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവരുടെ കണക്ക് കൂട്ടൽ അനുസരിച്ച് പ്രവചനത്തിന്റെ ഏതാണ്ട് BJP തുടക്കത്തിൽ പറഞ്ഞത് 400 എന്ന സംഖ്യ പറഞ്ഞു. പിന്നീട് അത് നരേന്ദ്രമോദി പറയുകയുണ്ടായി, അത് ഞാൻ പറഞ്ഞുവെങ്കിലും അത് ജനങ്ങളുടെ ആഗ്രഹമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം, നല്ലൊരു സംഖ്യ കൂട്ടി നല്ലൊരു ആധിപത്യത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. അത് പക്ഷേ അത്രയും എത്തിയില്ലെങ്കിലും ഏതാണ്ട് അതിനോടൊപ്പം എത്താനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അരുണാചലിലെ നിയമസഭാ ഫലം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ BJPക്ക് അനുകൂലമായിട്ട് മാറുകയാണല്ലോ ചെയ്തത്. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ റായ്ബറേലിയിലെ വിജയം പോലും ഇപ്പം ടഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല പറഞ്ഞത്. അവിടുത്തെ 7 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 5 BJP ആണ് ജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ UP നിയമസഭാ ഇലക്ഷനിൽ തന്നെ കോൺഗ്രസിന് കിട്ടിയത് 2 സീറ്റാണ്. അന്ന് തിരഞ്ഞെടുപ്പിനെ നേതൃത്വം കൊടുത്തത് പ്രിയങ്ക ഗാന്ധിയാണ്. അമേഠിയിൽ രാഹുൽ ഗാന്ധി തോറ്റുപോയി. തൊട്ടടുത്താണ്. അപ്പോൾ അമേഠിയിൽ തോറ്റ രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലി തോറ്റുകൂടാന്നില്ല. അതും വേണ്ട, സർവശക്തിയായ ഇന്ദിരാഗാന്ധി 77 നിരക്ഷരനായ കർഷകൻ, ഗ്രാമീണ കർഷകൻ ബാലറ്റ് പേപ്പറിൽ വോട്ടിട്ട് ഇന്ദിരാഗാന്ധി തോൽപ്പിച്ച സ്ഥലമാണ് റായ്ബറേലി. എന്ന് പറഞ്ഞാൽ മലയാളിയേക്കാൾ വിവരമുള്ളവർ അവിടെ നിൽക്കുന്നത്. മലയാളിക്ക് യാതൊരു വിവരമില്ലാത്തവർ മറ്റുകളാണ്. അവരേത് ക്രിമിനലിനെ ജയിപ്പിക്കണല്ലോ. അങ്ങനല്ല, UPയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ക്രിമിനൽസ് ജയിച്ചു വരുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അവർക്ക് തോൽപ്പിക്കാനും അറിയാം. അവർക്ക് തോൽപ്പിക്കാൻ അറിയാവുന്നതുകൊണ്ടാണല്ലോ അമേഠിയിലെ സഞ്ജയ് ഗാന്ധി ഇവിടെ തോറ്റപ്പോൾ ഉണ്ട്. രാഹുൽ ഗാന്ധി തന്നെ ജയിച്ചാൽ നല്ലത്. പക്ഷേ അത് ഈസിയായി ഒരു വാക്ക് ഓവറായിട്ട് റായ്ബറേലി കടന്നുകൂടുമെന്ന് നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഫലം കാത്തിരിക്കുമ്പോൾ വളരെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. വളരെ ആകാംക്ഷയുടെ ഒരു മുൾമുനയിൽ തന്നെയാണ് രാജ്യം അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഈ പ്രവചനം വന്നു കഴിഞ്ഞപ്പോൾ മറ്റ് പല മുന്നണികൾക്കും സമ്മർദ്ദം ഏറുന്നുണ്ട്. കേരളത്തിലെ LDF വലിയൊരു സമ്മർദ്ദത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം BJP അക്കൗണ്ട് തുറക്കും, UDFനും അല്പം ആഹ്ലാദമുണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ 2019 പോലെ അവർ കേരളത്തിലെ ആഘോഷം തന്നെ ചിലപ്പോൾ മാറ്റിവെക്കുകയല്ല, വേണ്ടെന്ന് വെക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ 2024 ഇലക്ഷന് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ്. ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. കാരണം ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായാലും ശരി കോൺഗ്രസിനെയും അതുപോലെ തന്നെ LDFനെയും കേരളത്തിലെ BJPയെയും
വ്യത്യസ്തമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.